നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 ഫലപ്രദമായ പ്രതിരോധ മരുന്ന് വിപണിയിലെത്തിയാലുടൻ ഖത്തറിൽ ലഭ്യമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഏജൻസികളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽ താനി പറയുകയുണ്ടായി. കോവിഡ്-19 പ്രതിരോധ മരുന്ന് ലഭ്യമായ രോഗം പിടിപെടാനുള്ള അപകട സാധ്യത കൂടുതലുള്ള അർഹരായ വിഭാഗത്തിനായിരിക്കും മുഖ്യ പരിഗണന നൽകുന്നത്. വരും മാസങ്ങളിലായി പ്രതിരോധ മരുന്ന് സംബന്ധിച്ച് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഖത്തർ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. പകർച്ചപ്പനി പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ ഒക്ടോബർ പകുതിയോടെ ആരംഭിക്കുകയും ചെയ്യും. ഇത്തവണ കൂടുതൽ അളവിൽ മരുന്ന് ഓർഡർ ചെയ്തു കഴിഞ്ഞു. മുഴുവൻ പൊതുജനങ്ങളും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ശൈത്യകാലം എത്തുന്നതോടെ പകർച്ചപ്പനി പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ എല്ലാ വർഷവും ഒക്ടോബറിലാണ് മന്ത്രാലയം പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ നടത്തിവരുന്നത്. അതോടൊപ്പം തന്നെ വായുവിൽ ചെറിയ അനുപാതത്തിൽ കോവിഡ്-19 വൈറസിന് സാന്നിധ്യമുണ്ടാകാമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം നടത്തിവരുന്ന പാരിസ്ഥിതിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വൈറസ് സാന്നിധ്യം അണുബാധയ്ക്ക് ഇടയാക്കില്ലെന്നും ഡോക്ടർ അൽ താനി പറയുകയായിരുന്നു. കോവിഡ്-19 മുൻകരുതൽ പ്രതിരോധ നടപടികൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിലെ അവബോധം ശക്തമായതിനാൽ തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വൈറസ് സാന്നിധ്യമില്ല. ചില ഭാഗങ്ങളിൽ വ്യത്യസ്ത പ്രതലങ്ങളിലായി മാത്രമേ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുമുള്ളൂ. എന്നാൽ ഇവ പകർച്ചവ്യാധിയാണോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത കൈവന്നിട്ടില്ല. കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സമഗ്രമായ അണുവിമുക്ത നടപടികൾ അനിവാര്യമാണെന്നും ഡോക്ടർ അൽ താനി ചൂണ്ടിക്കാട്ടി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.